അടിക്കണ്ടായിരുന്നു പാവം. പാവം നീ എന്തൊക്കെയാണ് വേറെ എവിടെ നിന്ന് മോഷിച്ച് പറ. കുറച്ച് പൈസ എടുത്തു സാർ. കുറച്ച് പൈസ എടുക്ക. ഇത്രയുള്ളോ? ഇത്ര കാശ് നീ ഇവിടെ നിന്ന് എടുത്തോളോ? അത്ര എടുത്തുള്ളു. ഇത്ര കാശ് നീ ഇവിടുന്ന് കട്ടോളോ? എനിക്ക് അത്ര ആവശ്യമുള്ളു. എന്റെ കണക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആശുപത്രി കൊണ്ടുപോകാനുള്ള വണ്ടി ചെലവിന് 1250 രൂപ വേണം. ഹോസ്പിറ്റലിൽ ഡ്രസ്സും കാര്യങ്ങൾക്ക് 1250 രൂപ. പിന്നെ 5 ദിവസത്തെ ഭക്ഷണത്തിന് 1500 കിട്ടുന്നുണ്ട്. പിന്നെ ബേബിയുടെ ചെലവ് വരുമല്ലോ, ഉടുപ്പ്, കൊതുകോല, ബെഡ്, സോപ്പ്, പൗഡർ, സ്നഗ്ഗി എല്ലാം കൂടെ 555 രൂപ. പിന്നെ വീട്ടു ചെലവ് അരി ഒരു 30 കിലോ 1200 രൂപ. റേഷൻ കാർഡ് ഇല്ലാത്തതുകൊണ്ട് അത് കിട്ടൂല. അപ്പൊ പാല് 600, മീൻ 500, പച്ചക്കറി 400. പിന്നെ പലചരക്ക് തേയില, വെളിച്ചെണ്ണ, പഞ്ചാര, മല്ലി, മുളക് എല്ലാം കൂടി 700 രൂപ. ഇതിപ്പോ അതിന് തന്നെ ഒരു 7010 രൂപ വന്നുണ്ട്. പിന്നെ പ്രസവം നോർമൽ ആണെങ്കിൽ കുഴമ്പും മരുന്നൊക്കെ ആയിട്ട് ഒരു 3000 രൂപ വരും. ഇനി സിസേറിയൻ ആണെങ്കിൽ അതിനേക്കാളും കൂടും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, സിസേറിയൻ ആയിരിക്കൂല, നോർമൽ ആയിരിക്കാൻ ഇതുള്ളു. പിന്നെ കുളിപ്പിക്കാൻ പറ്റുന്ന സ്ത്രീക്ക് കൊടുക്കണം ഒരു 10000 രൂപ. പിന്നെ 28 കെട്ട് നടത്തണമല്ല, അതിനൊരു 1 പവന്റെ അരഞ്ഞാളം കെട്ടണമെങ്കിൽ തന്നെ വേണം ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 60000 രൂപ. പിന്നെ ഒരു 60 പേർക്ക് സദ്യ കൊടുക്കണമെങ്കിൽ 7500 രൂപയാവും. ഇതെല്ലാം കൂടി ഒരു 87,145 രൂപ തന്നെ ഉണ്ട്. വെരി ട്രൂ ആദർശ്, റീസണബിൾ എക്സ്പെൻസസ് ആണ് അല്ലെ? അതിന് ഞാൻ 88,000 രൂപ അവിടെ നിന്ന് എടുത്തിട്ട് എന്റെ കയ്യിലുള്ള 855 രൂപ കൂടി അവിടെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്, അറിയോ? റിയലി? ബാക്കി പൈസ നിങ്ങൾ തിരിച്ചു വെച്ചോ? നിങ്ങൾ ഇത്രയ്ക്ക് സത്യസന്ധനാണോ? അത്രക്ക് സത്യസന്ധനല്ല, എന്നാലും സത്യസന്ധനാണ്. വൗ. നോ നോ ആദർശ്, ഇവൻ കള്ളനല്ല, ഇവൻ ഡിറ്റക്റ്റീവ് ആണ്. ഡിറ്റക്റ്റീവാ? നിങ്ങളുടെ ഭാര്യ അയച്ച സ്പൈ ആയവൻ. ഒരിക്കലും ഒരു കള്ളന് ഇത്രയൊക്കെ സത്യസന്ധനും നല്ലവനും ആവാൻ പറ്റില്ല. ഇവനെ വിട്ടാൽ ഇവൻ നമ്മളെ ഒറ്റും. നിങ്ങളുടെ എന്റെ ജീവിതം ഇല്ലാതാക്കും. ഇവനെ കൊല്ലണം. താനെന്ത് ഭ്രാന്താണ് കാണിച്ചത്? 19,000 രൂപ കൊടുത്ത് വാങ്ങി സെറ്റ് ചെയ്യാ. ഇതിപ്പോ അവനവനിക്ക് വേണ്ടി കൊണ്ടിരുന്നൊക്കെ കളിയാകെ മാറിയില്ലേ? താഴെ തോക്ക്, താഴെ ശ്രദ്ധ, തോക്ക് താഴെ. സാറേ പോക്കോട്ടെ, ഈ ഭ്രാന്ത് പിടിച്ച സ്ത്രീയെ കൊല്ലിച്ചാ പോക്കോട്ടെ. സ്ത്രീയല്ല, ഞാനതിനെ കൊല്ലാൻ പോണേ. കുറെ കാലമായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിണ്ടാക്കണ രാത്രി കൊള്ളാൻ എനിക്കിപ്പോ പോണല്ലേ. അപ്പൊ എന്റെ രാത്രി പോയില്ലേ സാറേ? ഞാൻ എടുത്ത പൈസ പോയില്ലേ? ഞാൻ അവിടെ എടുത്ത പൈസ തന്നില്ലെങ്കിലും ഞാനിവിടെ തിരിച്ചു വെച്ച പൈസ എനിക്ക് തരൂ. ഇവർക്ക് വേണ്ടി എത്ര കാശ് വാങ്ങിയെന്ന് അറിയോ? അതൊക്കെ ഞാൻ ആരോട് പറയാ? ഇനിയിപ്പോ രാവിലെ ഞാൻ നെല്ലിക്ക് പോണം, പട്ടി ചതയ്ക്ക് പോയ പോലെ. ക്ലോക്ക് ബെല്ലോ. സാറേ രാത്രി കഴിഞ്ഞിട്ടില്ല, സാർ എൻജോയ് ചെയ്തോ, ഞാൻ പോയേക്കാ. ഇവനെ വിടരുത്. ഇവൻ പുറത്തു പോയാൽ നമ്മളെ കുറിച്ച് പുറത്ത് പറയും. ആദർശ്, ബെറ്റർ ഇവനെ കൊല്ലുന്നതാ. ഷൂട്ട് ചെയ്ത് കൊന്നിട്ട് ഇവിടെ കോമ്പൗണ്ടിൽ കുഴിച്ചിടണം, എവിഡൻസ് ഇല്ലാതെ. We have to do it. കളികാരിയാവല്ലേ? ഗ്ലൗസ് ഉണ്ട് ഇവിടെ. ഗ്ലൗസ് ഫിംഗർ പ്രിന്റ് വരാതെ ചെയ്യണം. മാഡം എത്ര ഭംഗിയായിട്ട് പാട്ടുപാടിയ മാഡത്തിന്റെ വായിന്നാണ് ഈ ക്രൂരമായ വാക്കുകൾ. Really? എന്റെ പാട്ട് ഇഷ്ടായോ? പിന്നില്ലാണ്ട് ഇഷ്ടമായെന്നാ, സൂപ്പറായിരുന്നു. പിന്നെ സിനിമയിൽ പാടിക്കൂടെ മാഡത്തിന്? ട്രൈ ചെയ്യണം. പിന്നെ സിനിമയിലൂടെ ശബ്ദം കേൾക്കാനാണ് ഞങ്ങള് ഫാൻസിന് ഇഷ്ടം. ഞാൻ പ്രാർത്ഥിക്കാം. So sweet. അത് ട്രൈ ചെയ്യാം. നമുക്ക് ആദ്യം അവന്റെ കൈയും കാലും കെട്ടിയിടാം, എന്നിട്ട് വായിൽ പഞ്ഞിയിരിക്കും, മനസ്സിലായ? അപ്പൊ അവന്റെ കാര്യം തീരുമാനവും. നമുക്കിപ്പോ ബെഡ്റൂമിലേക്ക് പോവാം. നമ്മൾ എങ്ങനെയാ ഈ മൂഡില് ബെഡ്റൂമിൽ പോവാ? മൂടൊക്കെ വന്നോളും, അല്ലെങ്കിൽ വരത്തില്ലേ. ഇതിനെ കുറിച്ച് ഓർക്കാതിരുന്ന മതില്ലേ, ഈ മൂടൊക്കെ മാറും. ഞാനല്ലേ പറയണ. വാ.
നോ. Why? രംഗബോധമില്ലാത്ത കോമാളി നിന്നെ ഞാൻ ഇടിച്ച ഈ ബ്ലഡി ക്ലോക്ക് എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്നേ? അയ്യോ അത് ക്ലോക്ക് അല്ലേ മാഡം, പിന്നെ കോളിംഗ് ബെല്ലാണ്. അതാ എന്റെ ഭാര്യയാണത് ആശ. ഞാൻ പറഞ്ഞില്ല അവള് ഭാര്യ. ഈ ഭാര്യയും ഭർത്താവും കൂടി മനുഷ്യരെ ഭ്രാന്ത് പഠിപ്പിക്കും. നിന്റെ ഭാര്യയിൽ നിന്ന് നിന്റെ മുന്നിൽ വെച്ച് കൊല്ലൂടാ. സാറേ സാറേ അവള് പാവമാണ് സാറേ. ഒന്നും ചെയ്യല്ല സാറേ പ്ലീസ്. നിന്റെ ഭർത്താവിനെ ഞാൻ നിന്റെ മുന്നിൽ വെച്ച് കൊല്ലും. ഒരു ഭാര്യയും ഭർത്താവും വന്നിരിക്കണം. 9 ഗർഭമാണ് മനുഷ്യന്റെ മനസ്സപതനം കളയാനായിട്ട്. അവസാനം നിന്റെ ഭാര്യനെ വേണമെങ്കിൽ ഒന്ന് കണ്ടോ? ആദർശ് പരിചയമുള്ള സൗണ്ട്. എന്താ? What happened? What happened? ആദർശ് വാതിൽ തുറക്ക്. അതെന്റെ ഭാര്യ അഞ്ജലി. What? എന്റെ ഭാര്യ കെട്ടി ഒരുങ്ങി പുറത്തു വന്നിക്കണത്. എന്റെ ബോധം ഇപ്പൊ പോവും. സാറേ സാറേ മാഡത്തിന്റെ മോള് പോയി. അല്ല മാഡം നീ എന്ത് കാണിക്കണത്? കൃത്രിമ ശ്വാസം കൊടുക്ക. ഒന്നും വേണ്ട ഒന്നും വേണ്ട. എന്നാ പഞ്ചസാര ആൽക്കിട്ട് വാങ്ങി ചോദിച്ചാലോ? No, no, no. No sugar. I'm on diet. സാർ ഒന്ന് പിടിച്ചേ. നിങ്ങളുടെ കുടുംബകാര്യങ്ങളില് ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പോയിക്കൊള്ളു. നിന്റെ പേരെന്താ? നന്ദൻ. എടാ എന്നില്ല ഇവിടെ ഇവിടെ ഒന്ന് കുറച്ചു നേരം പിടിച്ചേ. എടാ എടാ നീ കുറച്ചു നേരത്തേക്ക് ഇവിടെ ഒന്ന് പരിചയക്കണം. എടാ നിന്റെ ഭാര്യയുടെ ഗർഭം ഞാൻ ചൊങ്കാടാ. പ്ലീസ് സാറ് പോലീസിനൊക്കെ പിടിപാടല്ലേ സാറെന്തിനെ കിടന്ന് പാടുപെടുന്നത്? എടാ പോലീസിന് ഭരിച്ച മന്ത്രിയുടെ മോളാടാ അവള്. മനസ്സിലായോ? ഇതാണ് കറക്റ്റ് ജോഡി. ഭാര്യ അല്ല ഭർത്താവ് ഭാര്യ. What do you mean? വാട്ട് യു മീൻ എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ മുന്നിൽ നിങ്ങൾ കുറച്ചു നേരം ഭാര്യയും ഭർത്താവായിട്ട് അഭിനയിക്കണം. No, 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 no. That's not okay. എനിക്ക് സമ്മതമല്ല. സമ്മതമല്ലേ? He's not my type. കല്യാണം കഴിക്കണം എന്നല്ലേ പറഞ്ഞേ? കുറച്ചു നേരം അഭിനയിക്കണം എന്നല്ലേ പറഞ്ഞോളൂ അല്ലേ ശ്രദ്ധ? പിന്നല്ലെങ്കിൽ അവള് നമ്മളെ 3 പേര് കൊന്നു കളയും. പ്ലീസ്, ഷീ ഈസ് വെരി ഡേഞ്ചറസ്. അവര് ഭയങ്കര ഡേഞ്ചറാണ്. റോട്ടിലേക്കുമ്പോ അവര് കാറ് തല്ലിപ്പൊളിക്കണ ഞാൻ കണ്ടാണ്. കാറല്ല ജീപ്പ് തല്ലിപ്പൊളിക്കണു. അല്ല കാറാണ് ജീപ്പാണെന്ന് എനിക്കറിയില്ല. I will kill you. എന്താ നിങ്ങളുടെ പ്രശ്നം? കാറാണെങ്കിലും ജീപ്പാണെങ്കിലും തല്ലി പൊളിക്കുന്നു മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ നിനക്കും പ്രശ്നമാണ് ശ്രദ്ധ. Okay, fine. ഓ സാർ എന്തായാലും ഞാൻ ഇല്ലട്ടെ. എനിക്ക് പേടിയാണ്, അഭിനയിക്കാൻ പേടിയാണ്. എനിക്കിവിടെ കക്കം കാണാൻ പേടിയില്ലല്ലോ, അഭിനയിക്കാനാണോ പേടി? എടാ പ്ലീസ് നിന്റെ കാലപ്പിടിക്ക് പൈസ എത്ര വേണമെങ്കിൽ ഞാൻ തരും. ചങ്ക് ചോദിച്ചാലും ഞാൻ പറിച്ചു തരും അല്ലേ? എത്ര കാശ് വേണം? എനിക്ക് എത്ര കാശ് വേണം? ഇവിടെയൊക്കെ പൈസ പിടിച്ചോ. സാർ ഇതൊക്കെ കള്ളപ്പണമല്ലേ? കള്ളപ്പണം ഞാൻ ധ്വനിച്ചിട്ടാക്കിയ കാശ് കള്ളപ്പണമാണെന്ന് ബാക്കിയുള്ളവർക്ക് പറയാം. കണക്കാരെ കാണിക്കണ്ടേ? ഞാൻ ആരെ ബോധിപ്പിക്കണ്ടേ? ഈ കാശ് എനിക്ക് വേണ്ട സാർ. ആരെയും കാശ് കൊടുത്തു തരുവാടാ. കള്ളപ്പണം സാറേ ഞാൻ മറ്റേ കണക്കൊക്കെ എഴുതി വെച്ച് എന്റെ ആവശ്യത്തിനുള്ള പൈസയിൽ വെച്ചില്ല, അത് തരും എനിക്ക്. അതാ ആ അത്രയും മതിയാ? ആ എമൗണ്ട് എല്ലാ ക്രിസ്മസിനും ചോറുന്നതിന് മുന്നേ ഞാൻ കൊണ്ടെത്തിക്കും. ഇനി മോളുവനെ നിന്റെ ടൈപ്പ് ആക്കിക്കൊന്ന് ഡ്രസ് സ്റ്റൈലേക്ക്. I am coming, darling. വേഗം വേഗം വേഗം. Yeah, I'm coming, darling.